ഫ്രണ്ട്സ് ഇപ്പോൾ ഡേ 3 ആയി. അപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റ് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിംഗ് ആറ്റത്ത് കോലാലമ്പൂർ അല്ല ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. നമ്മൾ പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. ബാത്റൂം നേർച്ച വെച്ചിട്ടുണ്ടമ്മ. ആ നിക്ക്. ആ വാങ്ങാം വാങ്ങാം ഡേഡി. ഇതാണ് ഞങ്ങളുടെ മുറി.
അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. ആ അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ അപ്പൊ ഞങ്ങളിത് പുതിയ വീഡിയോ ഡേ 3 വീഡിയോ, ഡേ 1 ഡേ 2 ഒക്കെ മറ്റേ വീഡിയോയിലുണ്ടാവും. മറ്റേ വീഡിയോ എല്ലാവരും കണ്ടോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്നത്തെ നാളത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ, ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണമെന്ന് അറിയില്ല. എന്തുമില്ല ഹോട്ടലമ്മ. അതെ, ഇന്നലെ കണ്ടതേ ട്വിൻ ടവർ കാണല്ലേ അല്ലേ? ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ മെർഡേക്ക ടവർ നമുക്ക് ഇവിടെ നിന്ന് കാണാം. വലിയ മാളല്ലേ? ബുക്കിറ്റ് ബിൻടാങ് സിറ്റി സെന്റർ എസ്കലേറ്റർ ജാലാൻ ശങ്കർ തമ്പിദുല്ല ദേജബ് കുലലം അവരൊന്നും വന്നില്ല. ഇവിടെ ഇടക്കിടയ്ക്ക് അങ്ങനെ സൈക്കിളുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ആരെങ്കിലും എടുത്തിട്ട് പോയാലോ? ഓക്കെ ഓക്കെ, ഇതാണോ റെസ്റ്റോറന്റ് തൈൻചാങ്? ഇവിടൊക്കെ എവിടെ നോക്കിയാലും നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളാ. കണ്ണു നോക്കുമ്പോഴേക്കും വെയില് കണ്ണിലേക്ക് അടിക്കുക. നല്ല കുളത്തിന് കൊണ്ടുവരുന്നത് നീ പുറത്താണതാ. കുറച്ച് മെല്ലാ കടയിൽ അത് കഴിച്ചാ പോരെ. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ഒരു നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. നിങ്ങളുടെ കടാലേ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടാ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഇന്ത്യൻ ഹോട്ടലിലേക്കാണ് പോയത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ചിക്കൻ കറിയും ചോറും പിന്നെ ഞാനൊരു ലിച്ചി ജ്യൂസുമാണ് വാങ്ങിയത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ച് അവർക്കൊക്കെ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് കാണാം. ചോക്ലേറ്റാ? സോറി നമ്മൾ ബുക്കിറ്റ് ബിൻടാങ്ങിലേക്ക് പോവുകയാണ്. ഫുൾ കടകളാ ഫ്രണ്ട്സ്. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പം നമ്മൾ ബുക്കിറ്റ് ബിൻടാങ് നല്ലൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മാർക്കറ്റ് വലിയ സൈഡിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ കടകളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഫുൾ തിരക്കല്ലേ റൂട്ടില്? 12 മണി പോലും ഇല്ല. 12 തിരക്ക. നമ്മളിവിടെ 12 മണി ഭയങ്കര റോട്ടില് പിച്ചക്കാര് കൂടി ഉണ്ടാവില്ല. ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഇവിടുത്തെ മലേഷ്യയിലത്തെ 12:15 അപ്പം ഇന്ത്യയിലത്തെ 10 മണി. എന്നാലും ഇവിടുത്തെ 12:15 നമ്മളടുത്ത് 7 മണി പോലെയാണ്. ഇവിടെ 5 മണി വരെ ഇതുപോലെ തിരക്കായിരിക്കും. ഇവിടെ ഉണ്ടാകുമ്പോ മറ്റേ 24 ജാമ് കയറാൻ 1/2 മണിക്കൂറായി. ഇവരൊക്കെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഏതൊരു
കടക്കി പോകാൻ തോന്നുന്നു. ഇവിടെ മൊത്തം കടകളാട്ടാ, നല്ല തിരക്കുള്ള കുറെ കടകളും വണ്ടികളും ആൾക്കാരും കുറെ ഇതൊക്കെ ഞാൻ വോയിസ് റീലായിട്ട് കൊടുക്കണം കേൾക്കുമല്ലോ. രാത്രി 12:15 നമ്മളവിടുത്തെ 7 മണി പോലെ. 7 മണി ഇങ്ങനെ തന്നെയുണ്ടാവുള്ളൂ. നമ്മുടെ അടുത്ത് 12 മണി പിച്ചക്കാരും കൂടി ഉണ്ടാവില്ലേ? പച്ച തൊടല് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നാളത്തെ വീഡിയോ ഒക്കെ ഇനി വരും. പിന്നെയുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. നേരെ പോയി കണ്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ട്വിൻ ടവറിലേക്ക് വീണ്ടും ഒന്നും കൂടി പോയിണ്ടായിരുന്നു കേട്ടാ. അവിടെ എത്തിയത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് തീരാറായി. അപ്പോൾ ചാർജ് തീർത്തില്ലെങ്കിൽ എടുക്കാം. അപ്പൊ നമ്മൾ ഈ കടയിൽ നിന്ന് ഇറങ്ങാണ്. അമ്മ എനിക്ക് ഇങ്ങനത്തെ സാധനം വാങ്ങിത്തന്നില്ല. മിഠായി കിട്ടി. ഇത് ഒക്ടോപ്പസ് ഫ്രൈ അല്ലേ? ഫ്രൈ ആണ്. ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇനിയും വീഡിയോസ് ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഫ്രണ്ട്സ്, ഫോണിന്റെ ചാർജ് തീർന്നുകൊണ്ട് മറ്റേ ട്വിൻ ടവർക്ക് പോകണമെന്ന് എടുക്കാൻ പറ്റിയില്ല. അതിനും പകരമായിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Thank you.